മന്ത്രിയായിരുന്നപ്പോൾ ഔദ്യോഗിക വസതിയിൽ തുടക്കം കുറിച്ച മിയാവാക്കി വനം കാണാൻ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ എത്തി. ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഔദ്യോഗിക വസതിയായ നെസ്റ്റിലാണ് മിയാവാക്കി വനം ഒരുക്കിയിരിക്കുന്നത്. 3.5 സെന്റ് സ്ഥലത്തിൽ 300 വൃക്ഷങ്ങളാണ് ഉള്ളത്. ഇടതിങ്ങിയ തനത് പ്രാദേശിക വനമൊരുക്കാൻ ജപ്പാനിൽ നിന്നുള്ള സസ്യശാസ്ത്രജ്ഞൻ അക്കീര മിയാവാക്കി രൂപപ്പെടുത്തിയ സമ്പ്രദായം. 1 സെന്റ് സ്ഥലത്ത് 152 തൈകൾ വരെ നട്ടുപിടിപ്പിക്കുന്ന രീതി. ഇത് സൂര്യപ്രകാശത്തിനായുള്ള മത്സരത്തിന് കാരണമാകുകയും അതോടെ സസ്യങ്ങൾ സ്വാഭാവിക പരിസ്ഥിതിയിൽ വളരുന്നതിനേക്കാൾ ഏകദേശം 5 മടങ്ങ് വേഗത്തിൽ വളരുകയും ചെയ്യും. കേരളത്തിലെ കാവുകളുടെ ഒരു ജാപ്പനീസ് പതിപ്പ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ സമ്പ്രദായത്തെ പറയാം. മന്ത്രിപ്പണിയുടെ തിരക്കിനിടയിൽ ക്ലിഫ് ഹൗസ് കോമ്പൗണ്ടിലെ ഔദ്യോഗിക വസതിയായ നെസ്റ്റിന് പിറകിലായി MV ഗോവിന്ദൻ അന്ന് മിയാവാക്കി വനമൊരുക്കി. വെറുതെ കിടന്നിരുന്ന 3.5 സെന്റ് സ്ഥലത്ത് 300 വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ജനവനം എന്ന പേരിൽ പച്ചത്തുരുത്തുകൾ നിർമ്മിക്കണമെന്ന ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ടായിരുന്നു മന്ത്രി മിയാവാക്കി വനമൊരുക്കിയത്. അന്ന് വെച്ചുപിടിപ്പിച്ച 300 വൃക്ഷത്തൈകളും നല്ല രീതിയിൽ വളരുന്നുണ്ടെന്ന് മിയാവാക്കി വനം സന്ദർശിച്ച ശേഷം MV ഗോവിന്ദൻ പറഞ്ഞു. ഏതാണ്ട് 300ഓളം മരങ്ങൾ ഇപ്പോഴും നല്ലതുപോലെ വളർന്നു വന്നിട്ടുണ്ട്. ഇതൊരു വനമായിട്ട് തന്നെ വളരുകയാണ്. വലിയ സ്ഥലത്തും വളരെ ചെറിയ സ്ഥലത്തും വനം വെച്ച് പിടിപ്പിക്കാനാവും. അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് സോഷ്യൽ ഫോറസ്റ്റ് ഉൾപ്പെടെ ഉപയോഗിച്ച് ഇത്തരമൊരു വനവൽക്കരണ പ്രവർത്തനം നടന്നത്. പ്ലാവ്, മാവ്, വെള്ളപ്പൈൻ, വയണ, നാരകം, ശീമനെല്ലി, ഈട്ടി, പനിനീർ ചാമ്പ, മന്ദാരം, കുടംപുളി, നെല്ലി തുടങ്ങിയ 45 വൃക്ഷങ്ങളാണ് നെസ്റ്റിന് പിറകിലെ മിയാവാക്കി വനത്തിൽ വളരുന്നത്. അമൃത ന്യൂസ്, തിരുവനന്തപുരം.